ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കൃത്യത്തിലായിരിക്കുന്ന ദൈവദാസൻ നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സംവിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. ദൈവത്തിൻ്റെ എല്ലാ മഹത്വകരമായ പ്രവൃത്തികൾക്കും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പകലിൽ പറഞ്ഞാൽ നമുക്ക് സഭയായി ഈ ദേശത്ത് കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ ദൈവം സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ പ്രവർത്തനത്തിന് ഭാഗവാക്കാകുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. കാലാവസ്ഥയൊക്കെ നമുക്ക് പ്രയാസമുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചെങ്കിലും തുടക്കത്തിൽ വലിയ കൊടുങ്കാറ്റും മഴയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കർത്താവ് നമുക്ക്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലേക്കാളൊക്കെ നല്ല കാലാവസ്ഥ, ഈവൻ നമുക്ക് കോട്ട് തന്നെ ഇടാതെ പോകാൻ പറ്റുന്നൊരു കാലാവസ്ഥയായിരുന്നു ആ സമയത്ത് കർത്താവ് തന്നത്. ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് കുഞ്ഞുങ്ങൾ നിന്നു. കുഞ്ഞിപ്രായത്തിൽ ഞങ്ങളുമൊക്കെ ഇങ്ങനെ സുവിശേഷത്തിന് വേണ്ടി സഭയുടെ ഭാഗമായി പോയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു രാജ്യത്ത് കർത്താവിൻ്റെ വചനമായി നിൽക്കുവാനായിട്ട് കഴിയുന്നത് അവർക്കതൊരു മോട്ടിവേഷനാണ്. കർത്താവ് സഹായിക്കട്ടെ. ദൈവം ധാരാളമായി ഇനിയും സഭയെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിർത്തുമാറാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏറ്റവും വലുത് അതാണ്. യേശു കർത്താവിൻ്റെ മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ അവസാനത്തെ കമ്മീഷൻ, തൻ്റെ കൂടെ നിന്ന, തന്നെ നോക്കി നിന്ന ആളുകളോട് പറഞ്ഞ കർത്താവിൻ്റെ അവസാനത്തെ കമ്മീഷൻ എന്താണെന്നറിയോ? എന്താ? നിങ്ങൾ ഭൂലോകത്തെല്ലായിടും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അതാണ് കർത്താവിൻ്റെ മഹാനിയോഗം. കർത്താവിൻ്റെ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്ത് അയക്കുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സുവിശേഷത്തിന് വേണ്ടി. അപ്പോൾ യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് തൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ത് ചെയ്യണം? എല്ലായിടത്തും എത്തണം, എത്തിക്കണം. അത് നമ്മളിൽ കൂടെയാണ് കർത്താവ് ചെയ്യേണ്ടത്. നമ്മളെ അതിനാണ് കർത്താവ് ആയുസ്സും ആരോഗ്യവും തന്ന് നിലനിർത്തിയിരിക്കുന്നത്. ഇനിയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 1, 2 വാക്യം നമുക്ക് വായിക്കാം. 3, 4 വരെയുള്ള വേദഭാഗം. 1 പത്രോസ്, 1 Peter chapter 2 verses 1 to 4. മതി. നമുക്കറിയാവുന്ന ഒരു നല്ല വേദഭാഗം, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് ഒരുപാട് നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം തൊട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ഒരു പരദേശികളോടെന്ന നിലയിലുള്ള, പരദേശികൾക്കായിട്ട് എഴുതി വരുന്ന ഒരു ലേഖനമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് പത്രോസ് അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും ഈ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും 2-ന്റെ തുടക്കത്തിൽ പത്രോസ് പറയുന്ന ചില പ്രസ്താവനകളുണ്ട്. ദൈവവചനം ഭക്ഷിക്കുവാൻ വേണ്ടിയുള്ളൊരു വാഞ്ചയ്ക്ക് വേണ്ടി, അതിനുവേണ്ടിയുള്ളൊരു ആഗ്രഹത്തിന് വേണ്ടിയുള്ളൊരു ആഹ്വാനമാണ് ആര് നൽകുന്നത്? പത്രോസ് നൽകുന്നത്. ദൈവവചനത്തിനോടുള്ള ഒരാഗ്രഹമുണ്ടാകണം. ആ ആഗ്രഹം ആരെപ്പോലെ ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആരെപ്പോലെയാ? ഒരു ശിശുവിനെ പോലെ നിങ്ങൾക്ക് ഉണ്ടാകണം. അജനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ശിശുവിനെ പോലെ. ഓക്കെ. ഈ പ്രാരംഭ ഭാഗത്ത് പറഞ്ഞ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങൾ, ജനിച്ച കുഞ്ഞുങ്ങളുടെ അവരുടെ ആഗ്രഹം എന്തേ ഉള്ളൂ? ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച കുഞ്ഞിൻ്റെ ആഗ്രഹം എന്തായിരിക്കും? എപ്പോഴും പാല് കുടിക്കണം എന്നുള്ളതാണ്, അല്ലേ? കുഞ്ഞ് ആയിരിക്കുമ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുക എന്ന് തന്നെ അവർക്കുള്ള, ഈവൻ വയറ് നിറഞ്ഞാലും അവരുടെ ആഗ്രഹം എന്താ? വീണ്ടും കുടിക്കുക എന്നുള്ളതാണ്. ഈ എഡ്വിൻ ഒക്കെ ചെറുപ്പത്തിൽ പാല് കുടിച്ച്
ചുമ്മാ കുടിച്ച് വെറുതെ തുപ്പും, എന്നിട്ട് വീണ്ടും കുടിക്കും. അത് ചെറുപ്പത്തിൽ. അതായത് അവൻ ആവശ്യമുള്ളതൊന്നും അല്ല, പക്ഷെ എന്തു ചെയ്യും? കുടിക്കുക. അതങ്ങനെ ചില കൊച്ചുങ്ങൾ കണ്ടില്ല, അവർ വയറ്റിൽ ആവശ്യമുണ്ടെങ്കിലും കുടിക്കുക. അത് അവരുടെ ആഗ്രഹം. അത് എന്താ പറയുക, ജന്മന ആ കുഞ്ഞുങ്ങൾക്കുള്ള ആഗ്രഹം. വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ അവർക്ക് പോയി പുറത്തു പോയി കളിക്കാനൊന്നും പറ്റില്ലല്ലോ. അവർക്ക് ആഗ്രഹിക്കാൻ ആകെ ഉള്ളത് എന്താ? പാല് കുടിക്കുക എന്നുള്ളതാണ്. ഇനി ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഒരു ഭക്തൻ ദൈവവചനത്തോടുള്ളവൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒരു ശിശുവിന് പാൽ കുടിക്കാനായിട്ടുള്ള അതേ ആഗ്രഹം പോലെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? അവനുണ്ടായിരിക്കേണ്ടത്. ഏതെങ്കിലും കുഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാല് മടുത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ കുടി നിർത്തിയത് എങ്ങനെയാണ്? നിർബന്ധിച്ച് നിർത്തുക ചെയ്തത്, അല്ലേ? അല്ലാണ്ട് ആരെങ്കിലും കുഞ്ഞു പറഞ്ഞോ നാളെ മുതൽ അമ്മ എനിക്ക് പാല് വേണ്ടെന്ന് പറഞ്ഞവരാരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിക്കുന്നവർ? നമ്മളാരും ഇല്ല, നമ്മുടെ കുഞ്ഞുങ്ങളും ഇല്ല. നമ്മൾ അവരെ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്താണ്? നിർത്തിച്ചതാണ്. കുടി ഇത് മതി, ഇവിടെ മതി, ഇത്ര മതി എന്ന് പറഞ്ഞു, അല്ലേ? അതാണ് ചെയ്തത്. അപ്പോൾ ദൈവവചനത്തോടുള്ള നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു കുഞ്ഞിന് പാലിനോടുള്ള താല്പര്യം പോലെയാണ്. ഇനി വേറൊരു പ്രശ്നം, ഈ ദൈവവചനം പാലായി അകത്ത് ചെല്ലാതിരിക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് റീസൺസ് ഉണ്ട് ഇത് നമുക്ക് അകത്തോട്ട് ദഹിക്കാതിരിക്കാനായിട്ട്. നമ്മൾ ചില ഭക്ഷണം കഴിക്കുന്ന ചില കുഞ്ഞുങ്ങൾ കണ്ടില്ല, വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? ദഹനക്കേടുണ്ടാവും. ദഹനക്കേടുണ്ടായാൽ അടുത്തത് എന്തായിരിക്കും അതിൻ്റെ പ്രശ്നം? ഒമിറ്റ് ചെയ്യുക, അല്ലേ? ഒമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ദഹനക്കേട്. പിന്നെ ആകെ അസ്വസ്ഥതകളായിരിക്കും കംപ്ലീറ്റ്. പത്രോസ് ഇവിടെ പറഞ്ഞു വരുമ്പോൾ ആദ്യം പറയുന്നൊരു കാര്യം എന്നാണെന്നറിയോ? നിങ്ങൾ പാല് കൊടുക്കാൻ വാഞ്ചിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. നമുക്ക് ഈ വചനം കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ അകത്തൊരു ചെയ്യണം, ഒരു ശരിക്കൊരു പ്രോസസ്സ് നടക്കണം. വയറൊന്ന് നന്നായിട്ട് എന്ത് ചെയ്യണം? ക്ലീൻ ആകണം. അകമൊന്ന് ക്ലീൻ ആകണം. അത് ക്ലീൻ ആയെങ്കിലേ എന്ത് ചെയ്യുള്ളൂ? അകത്തേക്ക് വചനം പോവുള്ളൂ. അപ്പോൾ ആ ക്ലീൻ ആക്കേണ്ടത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എല്ലാവരുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ. ഇത് ഈ നീക്കിക്കളയുക എന്ന് പറഞ്ഞിരിക്കുന്നത് പുറത്തുനിന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, പുറത്തുനിന്ന് ഒരാൾക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. ഒരു പാസ്റ്റർക്കും പറ്റത്തില്ല, ഒരു കൃപയുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ സംവിധാനം നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അത് ആർക്കേ പറ്റത്തുള്ളൂ? നമുക്ക് തനിയേ പറ്റത്തുള്ളൂ. ഞാൻ വന്നിട്ട് പറയുകയാണ്, അലൻ ബ്രദറെ നിൻ്റെ ഉള്ളിലെല്ലാ ചതിയും മാറ്റി കളയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം വരുന്നത് ചിലപ്പം എനിക്കിട്ടൊരു ഒറ്റ പൊട്ടിയിട്ടായിരിക്കും. അത് കൊള്ളാം, അല്ലേ? അതെനിക്ക് പറയാൻ പറ്റത്തില്ല. അതങ്ങനെ അത്രയ്ക്ക് ചിലപ്പോൾ എൻ്റെ ഊഹങ്ങളും എൻ്റെ തീരുമാനങ്ങളൊന്നും അത്ര കറക്റ്റ് ആവണം നിർബന്ധമില്ല. പക്ഷേ എനിക്കറിയാം ഞാൻ ആരാണെന്നുള്ളത്, അല്ലേ? എനിക്കറിയാം ഞാൻ ആരാണെന്നുള്ളത്, എന്നിലുള്ളത് എന്തെല്ലാമാണെന്ന് എനിക്കറിയാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യം പറയാണ്, ഈ വചനത്തോടുള്ള ആഗ്രഹം ഒരുവൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ദുഷ്ടതയും ഇതിനി ഓരോന്നും നമ്മൾ നോക്കി പോകുമ്പോഴത്തേക്കും നമ്മൾ പറയാണ്, ഇല്ല എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെ ഞാൻ ദുഷ്ടതയൊന്നുമുള്ളൊരു മനുഷ്യൻ അങ്ങനെയൊന്നുമില്ല. ഇപ്പം എന്നെ വന്ന ആര് ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള എന്തല്ല, കാം ആൻഡ് ക്വയറ്റാണ്. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തില്ല, ഒരു ദുഷ്ടതയും ഉള്ളൊരു മനുഷ്യനല്ല ഞാൻ, അല്ലേ? നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സ്വയവേ നീക്കിക്കളയേണ്ടതാണെന്ന് പറഞ്ഞത്. ഇതെനിക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. ചിന്തിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടോ, എന്നിനുള്ളിൽ ദുഷ്ടതയുണ്ടോ, അതോ ഞാൻ ക്ലീൻ ആണോ എന്നുള്ളത്. ഈ ദുഷ്ടത ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്തകത്തേക്ക് പോകില്ല? വചനം അകത്തേക്ക് പോകില്ല. ഈ വചനം പോകാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഷ്ടതയുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? വചനമകത്തേക്ക് പോകത്തില്ലെന്നല്ല, പോകും, പക്ഷേ അതിനെന്ത് ചെയ്യത്തില്ല, ഫലം ഉണ്ടാകത്തില്ല, ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിങ്ങ് വലിയ ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലേക്ക് പോകും. അത് ഫലം ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ദുഷ്ടത മാറണം. പിന്നെ എന്ത് ചെയ്യണം? എല്ലാ ചതിവും ഈ ചതിവെന്നൊക്കെ പറയുന്നത് ശരിക്കും അത് ഏറ്റവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ഒരു ക്രിമിനലായിട്ടുള്ള ഒരു ആക്റ്റാണ് എന്തെന്ന് പറയുന്നത്, ചതിവെന്ന് പറയുന്നത്. ഒരാളെ നേരെ നിർത്തി തല്ലുക എന്ന് പറയുന്നത് ഡീസൻ്റാണ്, അല്ലേ?
നേരെ നിർത്തി. ദിസ് മീൻസ് നമ്മൾ എന്താ പറയുക, തല്ലാൻ പാടില്ല, ഞാൻ പറയാണ്. നേരെ വണ്ണം നിന്ന് ഒരുത്തനെ നേരിട്ട് ഒന്ന് പൂശിയാൽ ഓക്കെ, അതിനകത്തൊരു ഡീസൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് നമുക്കറിയാം. ഇപ്പം ഞങ്ങളൊക്കെ ഈ ഡിസേബിലിറ്റി പിന്നെ ഹോമിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയതായിട്ട് വരുന്നവർ ഞങ്ങളോട് ചോദിക്കും, ഇവൻ എങ്ങനെയുണ്ട്, പുള്ളി ഇടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ്, പുള്ളി പെട്ടെന്ന് ആക്രമിക്കുമോ? ചിലരെ സംബന്ധിച്ചോളം ഒരു കാരണവും വേണ്ട, നമ്മളൊന്ന് അതൊരു ഹോമുണ്ട് ഞങ്ങളിവിടെ, പിന്നെ എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കണം, കാരണം എവിടെ നിന്നാണ് അടി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. കാര്യം അങ്ങനത്തെ ഒരു ഹോമാണ്. പക്ഷേ ഞങ്ങളുടെ ഹോമിൽ അങ്ങനെയല്ല. അവിടെ നിന്ന് ഇവൻ ഇടഞ്ഞു വരുമ്പോൾ നമുക്കറിയാം ഇവന് ഒന്ന് പൊട്ടി തീർന്ന് പിന്നെ അടുത്തതാണ് അവൻ തല്ലിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം അവരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഓക്കെയാണ്. ഒന്നുകിൽ നമുക്ക് ഓടിയെങ്കിൽ എന്ത് ചെയ്യാം, രക്ഷപ്പെടാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ എങ്ങനെയും പിടിച്ചെങ്കിലും നിർത്താം. മറ്റത് അങ്ങനെയല്ല. നമ്മളൊന്ന് ഒരുത്തനെ നോക്കാൻ അങ്ങോട്ട് തിരുമ്പോഴായിരിക്കും പുറകിൽ നിന്ന് അടി വരുന്നത്. അത് ഭയങ്കര ക്രിമിനലായിട്ടുള്ള ഒരു ആക്റ്റാണ്, മനോഭാവമാണത്. വിശ്വാസികളുടെ ഇടയിൽ ഒരു രീതിയിലും, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഒരു രീതിയിലും ചതിവിൻ്റെ ഒരു മനോഭാവം എന്ത് ചെയ്യാൻ പാടില്ല. അത് പ്രവർത്തിക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഈ ചതിവെന്ന് പറയുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല, അത് നമ്മുടെ മനോഭാവങ്ങളിനകത്തും എന്തുണ്ട്, ചതിവ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കിഷ്ടമല്ലാതൊരുവൻ വളർന്നു വരുന്നു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ എങ്ങനെ ഒതുക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു പ്ലാനിങ് ഉണ്ടല്ലോ. ആ പ്ലാനിങ് എന്താണ് ശരിക്കും? എന്താണ്? ചതിവാണ് അല്ലേ? അത് ചതിവാണ്. ആ ചതിവ് എന്താണ് ശരിക്കും? അത്തരം മനോഭാവങ്ങൾ ഉള്ളിലിരിക്കുന്നവനെ സംബന്ധിച്ചോളം വചനം എന്ത് ചെയ്യത്തില്ല, അവൻ്റെ ഉള്ളിലേക്ക് വരത്തില്ല, വചനം കയറത്തില്ല, വചനത്തിന് അതിൻ്റെ ഫലം ചെയ്യത്തില്ല. അപ്പോൾ എല്ലാ ചതിവും അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്, സ്വയം വിമർശനത്തിന് വിട്ടുതരികയാണ്. പിന്നെ വ്യാജഭാവം ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. വ്യാജഭാവം എന്നാണ് അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ ഈ വ്യാജഭാവം എന്ന് പറഞ്ഞാൽ? ഇല്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യുക, കാണിക്കുക പുറത്ത്. എനിക്കിപ്പം ജോബിൻ ബ്രദറിനോട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതെൻ്റെ എവിടെ ഉണ്ടായിരിക്കണം? മുഖത്തുണ്ടായിരിക്കണം. അത് മുഖത്തുണ്ടായി അതവിടെ വെച്ചുകൊണ്ടിരിക്കാൻ ബൈബിൾ പറയുന്നില്ല. അത് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്കുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം പിടികിട്ടിയോ നിങ്ങൾക്ക്? ഒരുവനോട് നമുക്കുള്ളതേ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതല്ലാതെ അത് മറച്ചു വെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പെരുമാറാൻ പാടില്ല. ബൈബിളിലൊരു പ്രധാനപ്പെട്ട വാക്കാണ് കർത്താവ് പഠിപ്പിച്ച, നിങ്ങളുടെ വാക്ക് എങ്ങനെയായിരിക്കണം? ഉവ്വെന്നും ഇല്ല എന്നും തന്നെയായിരിക്കണം. അതിനപ്പുറം വരുന്നതല്ല. എവിടെ നിന്നാണ് വരുന്നത്? ദുഷ്ടനിൽ നിന്ന് വരുന്ന പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ വരുന്നതെല്ലാം അല്ലേ, അതല്ലാതെ. അപ്പോൾ വ്യാജഭാവങ്ങളുണ്ടാവുക അല്ലേ, അത് ഏത് ഭാഗത്താണേലും. നമുക്കിപ്പോൾ ദൈവസന്നിധിയിൽ വന്നാലും കർത്താവിൻ്റെ മുമ്പാകെ വരുമ്പോഴും നമുക്ക് ശരിയായിട്ട് ചിലപ്പം ചിലർ നല്ല ടെൻഷനൊക്കെ അടിച്ച് വന്ന് വളരെ പ്രയാസത്തിലൊക്കെ വരുമ്പോഴും പുറത്തൊരു അല്ലേ മനസ്സിങ്ങനെ മൂടിക്കെട്ടി വെച്ചിട്ട് പുറത്തൊരു അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അതും എന്താണ്? ശരിയായ മനോഭാവം അല്ല, ഒരു വ്യാജഭാവമാണത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പക്കാ ക്ലിയറായിരിക്കുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യത്തുള്ളൂ? വചനം കയറത്തുള്ളൂ, വചനത്തിന് പ്രസക്തിയുള്ളൂ, അവർക്ക് ഈ വചനം കൊണ്ട് പ്രയോജനമുണ്ടാകുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്യാജഭാവം ഉണ്ടാകാൻ പാടില്ല അല്ലേ. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ ചിലരിപ്പം കാണാറുണ്ട്. നമ്മൾ ടൗണിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് നമ്മൾ കാണാം. ചിലപ്പോൾ കാറിൽ പോകുമ്പോൾ നമ്മളൊരു ഇടവഴിയിൽ വെച്ച് കാണുകയാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ വിളിച്ചു ചോദിക്കുകയാണ് ജിൻസ് ബ്രദർ എവിടെ പോവാണ്? അത് ഞാൻ പോകുന്ന സ്ഥലം വേറെ ആയിരിക്കും, പക്ഷെ പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ചിലരങ്ങനെയുണ്ട്, അങ്ങനെ നേരെ പറയാൻ പറ്റില്ല. ശരി, ഒരിടം വരെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പക്ഷെ ഒരു എക്സാക്റ്റ് പ്ലേസ് അത് റോങ് ആയിട്ട് പറയുക എന്ന് പറയുന്നത് എന്താണത്? വ്യാജമാണ് അല്ലേ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഇത് മനസ്സിലായി നിങ്ങൾക്ക്. അത്തരം വ്യാജഭാവങ്ങളൊന്നും എവിടെ ഉണ്ടാകാൻ പാടില്ല, നമ്മളിലുണ്ടാകാൻ പാടില്ല. അത്തരം വ്യാജഭാവങ്ങളെ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. വേറെ ആരും വരില്ല, ഒറ്റ ഒരാളും അതിനായിട്ട് വരത്തില്ല. നീക്കിക്കളയണം വ്യാജഭാവം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം നീക്കിക്കളഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ ഓരോരുത്തരും ഒരു സ്വയം ഡോക്ടറായി മാറണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓപ്പറേഷൻ ചെയ്യണം, നമ്മളെ തന്നെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലെ എന്ത് ചെയ്യണം?
അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് കളഞ്ഞിട്ട്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഇതാണ് നമ്മുടെ ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഒരു ശിശുവിന് വചനത്തോടുള്ള താല്പര്യം, ഒരു ശിശുവിന് പാലിനോടുള്ള താല്പര്യം പോലെ നമ്മുടെ ഉള്ളിൽ വചനത്തോടുള്ള താല്പര്യം ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? അവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ശിശുക്കളെ പോലെ എന്തിനു വേണ്ടി? രക്ഷയ്ക്കായി വളരുവാൻ. രക്ഷയ്ക്കായി വളരുവാൻ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് ഈ പാല് കുടിക്കുക എന്നുള്ളതും ദൈവവചനം എന്നൊക്കെ ഉള്ളത് വളരെ പ്രാധാന്യമായിരിക്കാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് അതല്ല. രക്ഷയ്ക്കായി വളരുവാൻ. അതെന്താ ഈ രക്ഷയ്ക്കായി വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലേ? ഇല്ലേ? നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ലേ? ആണോ? നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയാണോ നമ്മുടെ? ആണോ? അല്ല. നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? കർത്താവ് വരുമ്പോഴാണ് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത്. അതിനാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടും. നമ്മൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്. എങ്ങനെ? യേശുവിനെ സ്വീകരിച്ചതിൽ കൂടെ. എന്നാൽ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? രക്ഷ പ്രാപിച്ചിട്ടില്ല. ഇനി കർത്താവ് വരുമ്പോൾ നമ്മൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. അപ്പോഴാണ് രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത്. ഇനി ഈ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് വരത്തേക്കും ഇതെന്ത് ചെയ്യേണ്ടതാണ്? ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്? വളർന്നുകൊണ്ടേയിരിക്കുന്ന രക്ഷയാണ്. എന്താണ്? വളർന്നുകൊണ്ടേയിരിക്കുന്ന രക്ഷയാണ്. അപ്പോൾ വിശ്വാസത്തിൽ രക്ഷയ്ക്കായി വളരണമെങ്കിൽ, ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ നമ്മൾ? ചിലർക്ക്, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചോളം വളർച്ച എന്തായിരിക്കും? തീരെ കുറവായിരിക്കും, അല്ലേ? വളർച്ച ചെറുപ്പത്തിലേ അവരുടെ കുറഞ്ഞു പോയിരിക്കും. കാര്യം പ്രായം ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല? വളർച്ച ഉണ്ടാകത്തില്ല. അതൊരു എന്താണ്? രോഗമാണ്, അല്ലേ? ഒരു ശാരീരികമായൊരു ബലഹീനതയാണ്. അപ്പോൾ അത്തരം ബലഹീനതയില്ലാത്തൊരു വിശ്വാസിയായി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് വളർച്ച വേണം. അപ്പോൾ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് വരെയും വളരേണ്ടതാവശ്യമാണ്. ആ വളരാനായിട്ട് സഹായിക്കുന്നത് എന്താണ്? ദൈവവചനമാണ്. ദൈവവചനം. അതുകൊണ്ടാണ് പറയുന്നത് ദൈവവചനത്തോടുള്ള നിങ്ങളുടെ ആഗ്രഹമെന്ന് പറയുന്നത് അത് തീരാത്തൊരാഗ്രഹവും ഒരാവേശവുമായിരിക്കണം ജീവിതത്തിൽ. അതേ നിങ്ങളെ വളർത്തി രക്ഷയിലേക്ക് നയിക്കാനായിട്ട് കൊണ്ടുപോവുകയുള്ളൂ, അല്ലേ? നിങ്ങളെ ബലമുള്ള, ധൈര്യമുള്ള, ഉറപ്പുള്ള ഒരു വിശ്വാസിയാക്കി നിലനിർത്തുന്നത് എന്തിലാണ്? വചനത്തിലാണ്. വചനം നമ്മുടെ ഉള്ളിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം വചനം നമ്മുടെ ഉള്ളിലുണ്ടോ അത്രത്തോളം നമ്മൾ ആരാണ്? കരുത്തുള്ളവരാണ്. നിങ്ങൾക്കറിയാവോ, പിശാചിനെ ജയിക്കാൻ കഴിയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പിശാചിനെ ജയിക്കാൻ ഒന്നേ കഴിയുള്ളൂ. അതെന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ. ഉപവാസം കൊണ്ട് പിശാചിനെ ജയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരിക്കലും കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ 40 ദിവസം ഉപവസിച്ച യേശുവിൻ്റെ അടുക്കൽ ആര് വന്നു? പിശാച് വന്നു. 40ാമത്തെ ദിവസമാണ് വന്നത്. 1ാമത്തെ ദിവസമൊക്കെ ആണെങ്കിൽ പോട്ടെ, നമുക്ക് ശാസിച്ചോടിക്കാന്ന് വെക്കാം. 2ാമത്തെ ദിവസവും 7ാം ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും 40 ദിവസത്തിൻ്റെ 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ കത്തി തീയായി. പിന്നെ അങ്ങോട്ട് നമ്മൾ പറയണ്ട. 21 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയണ്ട, അല്ലേ? ഒരു അഗ്നികുണ്ഡമായി നമ്മൾ മാറി. അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പിശാച് വരുമോ? അങ്ങനെ നിൽക്കുന്നവരുടെ അടുത്ത് പിശാചിന് അങ്ങനത്തെ ദൈവസന്നിധിയിൽ ചെന്നവനാണ് ആര്? പിശാച്. അപ്പം പിശാചിന് അങ്ങനെ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഉപവസിക്കുന്നവനാണല്ലോ, അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുന്നവനാണല്ലോ, ഇത്തരം പ്രശ്നങ്ങളൊന്നും പുള്ളിക്കില്ല. പുള്ളി വരും. പക്ഷേ പിശാചിനോട് കർത്താവ് എതിർത്ത് നിന്നത് എങ്ങനെയാണ്? ഉപവാസത്തിൻ്റെ ശക്തിയിലാണോ പിശാചിനെ ജയിച്ചത്? അല്ല. കർത്താവ് എങ്ങനെയാണ് ജയിച്ചത്? തിരുവെഴുത്തുകളിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ. അതാണ് കർത്താവ് ഉപയോഗിച്ചത്, അല്ലേ? തിരുവെഴുത്തുകൾ ഇപ്രകാരം പറഞ്ഞു. എന്നെ ഒന്ന് വീണ് നമസ്കരിക്കാൻ പറഞ്ഞപ്പോഴും കർത്താവ് പറഞ്ഞ് തിരുവെഴുത്തുകളിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവവചനത്താലാണ് ആര് ജയിച്ചത്? യേശു പിശാചിനെ ജയിച്ച മാതൃക കാണിച്ചു തന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിവുള്ളത് എങ്ങനെയാണ്?
ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുന്നതിൽ കൂടെ, വചനം ഉൾക്കൊള്ളുന്നതിൽ കൂടെ എത്രത്തോളം വചനം നമ്മൾ നിലനിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വളർച്ച നിർണ്ണയിക്കപ്പെടുന്നത്, വളർച്ച ഇരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇനി എന്തുകൊണ്ടായിരിക്കും ഈ കുഞ്ഞ് ഈ പാല് കുടിക്കാനായിട്ട് അതിനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിനെ സഹായകമായി തീരുന്നത്? അതിനൊരു ടേസ്റ്റ് ഉണ്ട് അല്ലേ? അതിനകത്തൊരു കണ്ടൻ്റ് എന്ന് പറയുന്നത് ഞാൻ മറന്നുപോയി. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. മിൽക്കിനകത്തെ കണ്ടൻ്റ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ലാക്ടോസ് അല്ലേ? ലാക്ടോസ് അത് തന്നെ. അത് തന്നെ. ആ ലാക്ടോസ് എന്ന് പറയുന്ന ആ കണ്ടൻറ്റിൻ്റെ ടേസ്റ്റാണ് കുഞ്ഞിനെ എന്ത് ചെയ്യുന്നത്, ഈ പാല് കുടിക്കാനായിട്ട് അതിനെ ഇഷ്ടപ്പെടുത്തുന്നത് അല്ലേ? കയ്പൊക്കെ ആണെങ്കിൽ കുഞ്ഞ് ആ സാധനം തുടർത്തു പോലുമില്ല, അത് കൊടുക്കുന്നൊരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണിത് കുടിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം കുഞ്ഞ് അത് ആസ്വദിച്ചു, കുഞ്ഞത് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയപ്പോൾ അതിനോടുള്ള ആർത്തിയായി, അത് വേണം എന്നുള്ളത്. ഇനി എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾക്ക് ഈ വചനം കുടിക്കാനായിട്ടുള്ള ആർത്തിക്ക് എന്താണ് റീസൺ എന്നുള്ളത്? നിങ്ങൾ എന്തെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ കർത്താവിനെക്കുറിച്ച്? ഇവിടെ പത്രോസ് പറയാണ്, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഈ ടേസ്റ്റാണ് നമ്മളെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മളെ സഹായകമാക്കി നടത്തുന്നത്. ഇത് കുടിക്കാനായിട്ട് എന്താ, കർത്താവേ, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നൊരു കാലഘട്ടത്തിൽ, ആർക്കും വേണ്ടാതിരുന്നൊരു കാലഘട്ടത്തിൽ, മനുഷ്യൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മ്ലേച്ഛതകളും എന്നിലുണ്ടായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന കർത്താവേ, നിൻ്റെ മഹാദയ എത്ര വലുതാണെന്ന് ആ ദയയെ ആസ്വദിച്ച എനിക്കും നിങ്ങൾക്കും ഈ വചനത്തോട് ചേർന്ന് നിൽക്കുവാനല്ലാതെ, അതിനോടുള്ള ആർത്തി കൂടി വരികയല്ലാതെ മറ്റൊന്നിലേക്ക് നമുക്ക് മടങ്ങിപ്പോകുവാനായിട്ട് കഴിയുകയില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കർത്താവ് ദയാലുവെന്ന് ആസ്വദിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വചനത്തോടുള്ള ആർത്തി എന്തു ചെയ്യും? കൂടും. ഞാൻ ഒരു പെന്തക്കോസ് വിശ്വാസി എന്ന് പറയുന്നത്, ദൈവവൈതൽ എന്ന് പറയുന്നത്, ഒരു കത്തോലിക്കൻ പള്ളിയിൽ പോയിട്ട് പോകുന്ന പോലെ പോകേണ്ടവനല്ല. ഞാനത് പറഞ്ഞു വരട്ടെ. അങ്ങനെ പോകുന്നവനല്ല. വന്നിരുന്നു, ഇവിടെ പാസ്റ്റർ സങ്കീർത്തനം വായിച്ചു, പാട്ടുപാടി, അതിനുള്ള നേതൃത്വം നൽകി, കർത്തൃമേശ നടത്തി, ഇതെല്ലാം കണ്ടു പോകുന്ന ഒരു വിശ്വാസിയല്ല പെന്തക്കോസ് വിശ്വാസി എന്ന് പറയുന്നത്. അങ്ങനെ അതിനായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരണ്ടായിരുന്നു. ഇതിലും നല്ലതെന്ന് പറയുന്നത് വല്ല കത്തോലിക്ക പള്ളിയിലോ യാക്കോബ പള്ളിയിലൊക്കെ പോകുന്നതാണ്. കാര്യം അവിടെയെങ്കിലും കാണാനെങ്കിലും ഉണ്ട് അല്ലേ? നന്നായിട്ട് അല്ലേ? കുറേ വെട്ടിത്തിളങ്ങുന്ന പണ്ട് മണ്ണർകാട് പള്ളിയൊക്കെ ഞാൻ ഒരിക്കൽ കയറിയിട്ടുണ്ട്. അതിനകത്ത് ചുമ്മാ കാണാൻ വേണ്ടിയെങ്കിലും പോയിട്ടുണ്ട് അല്ലേ? ഒരു തരം അമ്പലത്തിൽ കയറുന്നില്ല കേട്ടോ, പള്ളി കയറുന്ന രീതിയൊന്നുമല്ല. എന്നാലും കുറേ ഏതാണ്ടൊക്കെ വെട്ടവും വെളിച്ചവും പിന്നെ കുറേ രൂപങ്ങളും അതിനകത്ത് ഇതെല്ലാം കൂടെ കത്തി നിന്നും കണ്ണൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ചു പോകും. നമ്മുടെ അവിടെ പോവുകയാണ് അതിലും നല്ലതെന്ന് പറയുന്നത്. ആ മനോഭാവത്തിലാണെങ്കിൽ ഇവിടെ വരുമ്പോൾ അങ്ങനല്ല. ഇവിടെ പ്രത്യേകിച്ച് കാണാനും ചെയ്യാനും ഒന്നും ഇല്ലെങ്കിലും ഒന്നാസ്വദിക്കാൻ കഴിയും. എൻ്റെ കർത്താവ് ദയാലുവായിരുന്നു, ആ ദൈവത്തിൻ്റെ ദയ ആവോളം അറിഞ്ഞവനാണ് എന്നുള്ളത് ബോധ്യത്തിൽ, ആ ഒരു അനുഭവത്തിൽ മടങ്ങിപ്പോകാൻ കഴിയുന്നതാണ് ഒരു ദൈവവൈതലിൻ്റെ അവസ്ഥ, അനുഭവം എന്ന് പറയുന്നത്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുള്ള യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, ദൈവം നല്ലവനെന്ന് രുചിച്ചറിവിൻ. അതാണ് കഴിക്കും തോറും നല്ലതെന്നറിയാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അതാ. നമ്മൾ ഈ ബിരിയാണി നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ, കുറേ നാൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? മടുപ്പ് തോന്നും. അത് ഏത് ആഹാരമാണെങ്കിലും ഒരുപാട് നാൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും. പക്ഷേ കർത്താവിനെ രുചിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അത് മടുപ്പുളവാക്കുന്നൊരു കാര്യമല്ല. ഓരോ ആസ്വാദനത്തിനകത്തും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ, അവൻ്റെ ദയയുടെ ആഴത്തെ മനസ്സിലാക്കുവാൻ, അവൻ്റെ പ്രവൃത്തിയുടെ ആഴത്തെ മനസ്സിലാക്കുവാൻ, അവൻ്റെ കരുതലിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നു, അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. വചനത്തോടൊരു കോംപ്രമൈസും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല. വചനം ശോഷിക്കുന്നിടത്ത്, അത് നമ്മൾ വായിക്കുന്നുണ്ട് തിരുവചനത്തിലെ, പിന്നെ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ഞാൻ റെഫറൻസ് പറഞ്ഞു. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും
അറിയാത്തത് കൊണ്ട്, അറിയായിക കൊണ്ട് അവർ തെറ്റിപ്പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവശക്തിയെയും തിരുവെഴുത്തുകളെയും ആഴത്തിൽ അറിയണം. എത്രത്തോളം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നമ്മൾ ആരായിത്തീരും? കരുത്തുള്ളവരായിത്തീരും, ശക്തിയുള്ളവരായിത്തീരും, ബലമുള്ളവരായിത്തീരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിതിൻ്റെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അവസാനിപ്പിച്ച് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ ആഴത്തിൽ പഠിക്കണം, ആഴത്തിൽ അറിയണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, 5-ാം അധ്യായം, എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം, ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 11 to 14. എബ്രായ മതി. ഞാനിത് മൊത്തം പറയില്ല, കാര്യം അത് ഒരു വാസ്റ്റായൊരു കാര്യമായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രം പറഞ്ഞ് പിന്നീട് ഇതിൻ്റെ വാക്യം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇവിടെ പറഞ്ഞുണ്ടോ, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കുറേ നിങ്ങളോട് പറഞ്ഞു തരണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്. പൗലോസ് എഴുതി വരുമ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ എന്താണ്? വിഷമമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാനുള്ള മാന്യമുള്ളവരാണ്ട് തെളിയിച്ചു തരാനുള്ള ഒരു വിഷമമുണ്ട്. എന്താണ് ഈ മാന്യതയ്ക്കും തെളിയിച്ചു തരാനും എടുക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അടുത്ത വാക്യത്താണ് പറഞ്ഞിരിക്കുന്നത്, കാലം നോക്കിയാൽ നിങ്ങളൊക്കെ ഇപ്പം ആരാകേണ്ടവരാണ്? ഇവിടെ വന്ന് നിൽക്കേണ്ടവരാണ്. എവിടെ? ഇവിടെ വന്ന് നിൽക്കേണ്ടവരാണ്. ഉപദേഷ്ടാക്കന്മാരായി നിൽക്കേണ്ടവരാണ് അല്ലേ? കാലം നോക്കിയാൽ 20 വർഷത്തിൽ താഴെ വിശ്വാസത്തിൽ വന്നവരൊന്ന് കൈ നോക്കിക്കേ. 20 വർഷത്തിൽ, ഓക്കെ. ഇനി 20 വർഷത്തിൽ താഴെ, ഓക്കെ. 10-ൽ താഴെ ശിശു, ഓക്കെ. 10-ൽ താഴെ. 5-ൽ താഴെയുണ്ടോ ആരെങ്കിലും? 5-ൽ താഴെ ഇല്ല, ഓക്കെ. അപ്പോൾ നമ്മൾ കാലം നോക്കിയാൽ ജനിച്ചതേ പെന്തക്കോസ്തിലുള്ളവരുണ്ട്, അത് വേറെ പോട്ടെ, അത് നമ്മൾ അങ്ങനെ അതിന് വേറൊരു ഗണത്തിലേക്ക് നമ്മൾ പെടുത്തുകയാണ്, ഓക്കെ. അപ്പോൾ ഈ പ്രായമൊക്കെ നമ്മൾ നോക്കിയാൽ നമ്മൾ ആരാകേണ്ടവരാണ്? ഉപദേഷ്ടാക്കന്മാരായി തീരേണ്ടവരാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ തക്കവണ്ണം പ്രായവൃത്തിയുള്ളവരാണ്, അല്ലെങ്കിൽ പക്വതയുള്ളവരാണ് ആയി തീരേണ്ടവരാണ്. പക്ഷെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്നറിയാവോ? എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ എന്തു ചെയ്യണം? തെളിയിച്ചു തരുവാൻ, ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. അതെന്താ പ്രശ്നം? കാലം കുറെ കഴിഞ്ഞു പോയല്ലോ, പക്ഷെ ആള് ചോറും കഴിക്കുന്നില്ല, കഞ്ഞിയും കഴിക്കുന്നില്ല, വെള്ളവും കഴിക്കില്ല, ഇപ്പോഴും എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്? പാൽ കഴിക്കാൻ. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര കട്ടിയായുള്ള പ്രസംഗം കേട്ടോ, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. വളരെ അതൊക്കെ ലളിതമായിട്ട് എന്ത് ചെയ്യണം? പറഞ്ഞു പോകണം. ഈ ലളിതമായി പറഞ്ഞാൽ എല്ലാ കാലവും ലളിതമായിട്ട് ഇരിക്കുകയുള്ളൂ. ഇത് അങ്ങനെ നമ്മൾ ഇരിക്കുകയുള്ളൂ. ആരെപ്പോലെ ഇരിക്കും നമ്മൾ? ഈ ശിശുക്കളെ പോലെ. അതിൻ്റെ പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രശ്നം ഇതിനകത്ത് പറയണ്ട, അത് ഞാൻ പറഞ്ഞുതരാം പിന്നീട് എന്താണെന്നുള്ളത്. അത് വലിയൊരു ഡേഞ്ചറസ് ആണ്. ഒരു ശിശു, ഒരു കൊച്ചു വളരേണ്ട പ്രായത്തിൽ വളർന്ന് വരേണ്ട രീതിയിൽ വളർന്നില്ലെങ്കിൽ എന്താണത്? ഡേഞ്ചറസ് ആണ്. അവൻ അവനെ തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ? അവന് ഒരു ഡിസബിലിറ്റിയാണ് അവനത്. അപ്പോൾ അവൻ എന്ത് വേണ്ടി വരും? സപ്പോർട്ട് വേണ്ടി വരും അല്ലേ? ആ സപ്പോർട്ടാണ് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മാരൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ 4 പേരെ ഒരേ പ്രശ്നം എടുത്തെറിയാൻ കഴിവുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല. അവനെ പല്ല് തേപ്പിക്കണമെങ്കിൽ ഇടാവേ ബ്രഷ് എടുത്ത് ഇങ്ങനെ തേക്കണം, അങ്ങനെ തേക്കണം, ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാര്യം എന്താണ്? അവർക്ക് അതിനുള്ള ഹെൽപ്പ് ഇല്ല, അതിനുള്ള ശക്തിയില്ല അവർക്ക്, അതിൻ്റെ വളർച്ച വേണ്ട രീതിയിൽ അവർക്കില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഒരു പ്രത്യേകിച്ച് പെന്തക്കോസ്തിൽ, പാരമ്പര്യ പെന്തക്കോസ്തിനകത്ത പ്രശ്നമാണ്, നമ്മൾ കാലാനുഗതമായി വളരേണ്ടുന്ന വളർച്ച നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? വചനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം നമുക്കില്ല. നമുക്ക് ഇഷ്ടമെന്ന് പറയുന്നത് എന്താണ്?
വചനത്തിൽ കൂടി ഒരു ഇളക്കപ്പെരുപ്പം ഉണ്ടാകാൻ ഇഷ്ടമാണ്, അത് വേണ്ടെന്നല്ല, അത് തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒപ്പം വചനത്തിൻ്റെ ശക്തിയോളമുള്ളൊരു വളർച്ചയും എന്തു വേണം? നമുക്ക് വേണം. ദൈവത്തിൻ്റെ വചനത്തിലുള്ള വളർച്ച നമുക്ക് വേണം. കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടിവരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ആദ്യ പാഠങ്ങളെ ഉപദേശിച്ച് തരേണ്ടതായിട്ട് വന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കണ്ണുകളെ അടയ്ക്കാൻ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. വചനത്തിനു മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വചനത്തിൻ്റെ ചിന്തകളെയാണ് നാം ഇവിടെ വെച്ചിരിക്കുന്നത്. അതിഗൗരവമായി ഞാനും നിങ്ങളും മനസ്സിൻ്റെ അകത്ത് കോറിയിടേണ്ടുന്ന, സൂക്ഷിച്ചു വെക്കേണ്ടുന്ന, എല്ലാ കാലത്തും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നാം എഴുതി ചേർക്കേണ്ടുന്ന വചനചിന്തയാണ് ഇത്. നാം ദൈവവചനത്തോടുള്ള ആർത്തിയുള്ളവരായി തീരണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. രക്ഷയ്ക്കായി വളരുവാൻ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയം വെക്കുവാനായിട്ട് കഴിയണം. എന്തുകൊണ്ട്? കർത്താവ് ദയാലു എന്ന് നാം ആസ്വദിച്ചവരാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെ അറിയുന്നതിൽ കൂടെ, ദൈവവചനത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കുന്നതിൽ കൂടെ ഞാനും നിങ്ങളും വളർന്നു വരേണ്ടുന്ന ഒരു ആത്മീക തലമുണ്ട്. ആ ആത്മീക തലങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഈ നാളുകളിൽ എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചന സംബന്ധമായി ഞാനും നിങ്ങളും ഉപദേഷ്ടാക്കന്മാരെന്ന നിലയിലേക്ക് വരുവാൻ തക്കവണ്ണം ഉള്ളൊരു വളർച്ച പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും വചനത്തിൻ്റെ നമ്മളെ സ്വീകരിക്കുന്നതിന് തടസ്സമായി നമ്മിൽ നിലനിൽക്കുന്നതായ ഏതെങ്കിലും ഭാവങ്ങളുണ്ടെങ്കിൽ, നീക്കിക്കളയേണ്ടതായ ഏതെങ്കിലും സ്വഭാവങ്ങളുണ്ടെങ്കിൽ, ഇന്ന് പകൽ നമുക്ക് വചനത്തിന് മുമ്പാകെ കഴുകി നമ്മെ തന്നെ ശുദ്ധീകരിക്കും. കർത്താവേ, നിന്റെ വചനത്തിൻ്റെ സ്വീകാര്യത്തിന് തടസ്സമായി എന്നിനുള്ളിലുള്ള എല്ലാ തെറ്റുകളെയും എല്ലാ സ്വഭാവ വൈകല്യങ്ങളെയും എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ. നിന്റെ വചനത്തോടുള്ള ആഗ്രഹം, വാർത്തി, അതിനോടുള്ളൊരു വാഞ്ച എന്നിൽ വർദ്ധിപ്പിച്ചു തരണമേ കർത്താവേ. നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, വചനമാണ് നമ്മളെ രക്ഷയിലേക്ക് വളർത്തുന്നത്. രക്ഷയിലേക്ക് നമ്മളെ വളർത്തുന്നത് ശത്രുവിൻ്റെ മുമ്പാകെ, പിശാചിൻ്റെ മുമ്പാകെ ധൈര്യശാലിയായി, ബലശാലിയായി നിൽക്കുവാൻ നമ്മളെ കെൽപ്പുള്ളവരാക്കി തീർക്കുന്നതും ദൈവവചനം മാത്രമാണ്. ആ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ, അതിൽ നിലനിൽക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആശീർവാദത്തോടെ വാക്കുകൾ നിർമ്മിക്കുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.